സെപ്റ്റംബർ 5 ഇന്ന് അധ്യാപക ദിനം. മുൻ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിചക്ഷണനും ദാർശനികനുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ന്. അധ്യാപക ദിനമായാണ് ഈ ദിവസം ആചരിക്കുന്നത്. എല്ലാ അധ്യാപകർക്കും സിറ്റി വോയ്സിന്റെ അധ്യാപക ദിന ആശംസകൾ. പ്രിയരെ, അധ്യാപന വൃത്തിയുടെ നൂതന മാതൃക പുതിയ തലമുറയ്ക്ക് പകരുന്നതിൽ അതീവ താല്പര്യം കാണിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നവനവങ്ങളായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ ആവിഷ്കരിച്ച പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. നമ്മുടെ സമൂഹത്തെ ധർമ്മത്തിലും നന്മയിലും അധിഷ്ഠിതമായി നയിക്കുവാനും പുനഃസൃഷ്ടിക്കുവാനുമുള്ള ഒന്നാമത്തെ ചുമതല അധ്യാപകനുണ്ട്. അറിവ് പകർന്നു കൊടുക്കലിൻ്റെ ആഴവും അളവും അടിസ്ഥാനമാക്കിയാണ് ഒരു വ്യക്തി ഗുരുവെന്ന പദവിയിലേക്കുയരുന്നത്. അറിവിൻ്റെ വിസ്ഫോടന കാലത്താണ് നാം ജീവിക്കുന്നത്. അറിവ് ഉൽപ്പാദന കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. കാരണം ലഭ്യമായ അറിവ് പകർത്തി നൽകുവാൻ ഇന്ന് പരസഹായം ആവശ്യമില്ല. കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് പഠിപ്പിക്കുന്ന ആൾ വൈജ്ഞാനിക സമ്പത്ത് ആർജിക്കണം. അറിവ് തേടൽ ഉപാസനയായി സ്വീകരിച്ചവർക്ക് മാത്രമേ ഉത്തമ അധ്യാപകനായി പ്രശോഭിക്കുവാൻ സാധിക്കൂ. ഒരു സമൂഹത്തിൻ്റെ നായകത്വം കൈയാളുമ്പോൾ അവരെ നയിക്കാനുള്ള ഏത് ആയുധമാണോ തൻ്റെ കൈവശമുള്ളതെന്നുള്ള ആത്മപരിശോധനയും അധ്യാപകർ നടത്തണം. അധ്യാപകർ പ്രതിഭാശാലികളാണ്. അവരിലെ പ്രതിപാദനത്വം കാര്യക്ഷമതയോടെ ക്ലാസ് മുറികളിൽ പ്രയോജനപ്പെടുത്തണം. ആത്മവിശ്വാസം അവരുടെ മുഖമുദ്രയാകണം. അധ്യാപകരുടെ വ്യക്തിത്വത്തിൻ്റെ ശോഭ കൊണ്ട് സമൂഹം പ്രകാശിതമാകണം. അവരുടെ സാന്നിധ്യമുള്ളിടത്ത് ഇരുട്ടുണ്ടാകരുത്. അധ്യാപകൻ്റെയും വിദ്യാർത്ഥിയുടെയും മനസ്സുകൾ ലയിക്കുന്നിടത്താണ് വിദ്യാലയങ്ങൾ ഉണ്ടാകേണ്ടത്. ലയമില്ലെങ്കിൽ ക്ലാസ് മുറികൾ കേവലം ഭിത്തികൾ മാത്രം. ക്ലാസ് മുറികളിലെ സജീവതയിലെ ജീവൻ പരിഗണിക്കുക. അതൊരു മഹത്തായ പ്രതിഭാസമാണ്. സ്നേഹത്തിലൂടെയും സഹനത്തിലൂടെയും ഒരു കുട്ടിയെ നേർവഴിയിലേക്ക് നയിക്കുവാൻ ഒരു അധ്യാപകന് മാത്രമേ സാധിക്കൂ. വിജയിയായ ഏതൊരു വിദ്യാർത്ഥിക്ക് പിന്നിലും പ്രചോദനമായി നിൽക്കുന്ന ഒരു അധ്യാപകനുണ്ടാകും. ഇതാണ് അധ്യാപകന് മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവൻ്റെ പ്രതിഭാസം. മികച്ച വായനക്കാരും സങ്കുചിതമായ എല്ലാ ചിന്തകളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരുമാകണം അധ്യാപകർ. ഇത്തരം ജീവിതം നയിക്കുന്നവരുടെ ഉപദേശങ്ങൾ സമൂഹം ആർത്തിയോടെ സ്വീകരിക്കും. രാഷ്ട്രീയ നേതാവിനെയും സാഹിത്യ നായകനെയും ശാസ്ത്രജ്ഞനെയും നിയമജ്ഞനെയും ഒക്കെ സൃഷ്ടിക്കുന്നത് അധ്യാപകരാണെന്ന ഓർമ്മ ഓരോ അധ്യാപകനുമുണ്ടാകണം. നമ്മിൽ പലരും ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും, കണ്ണുണ്ടെങ്കിലേ കണ്ണിൻ്റെ വിലയറിയൂ. ഈ പഴഞ്ചൊല്ലിൻ്റെ ആഴത്തിലുള്ള അർത്ഥം ബന്ധങ്ങളുടെ മൂല്യവും അത് കൈവിട്ടു പോകുമ്പോഴുണ്ടാകുന്ന നഷ്ടബോധവുമൊക്കെയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മിൽ 99% പേരും കണ്ണുകൊണ്ട് ചുറ്റും നടക്കുന്നതൊക്കെ കാണാനും കാതുകൊണ്ട് ഏറ്റവും നേർത്ത ശബ്ദങ്ങൾ കേൾക്കാനും സാധിക്കുന്നവരാണ്. പക്ഷേ ആ രണ്ട് സംവേദന ഉപാധികളും ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഏറെ പുരോഗമിച്ച ഈ ആധുനിക യുഗത്തിൽ പോലും കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊന്നും ഇത്രയൊന്നും പുരോഗമിക്കാത്ത 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഒരു പെൺകുട്ടിയുണ്ട്. ബദിരയായും അന്ധയായും ജനിച്ച ആ പെൺകുട്ടി ഇന്നറിയപ്പെടുന്നത് ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപമായാണ്. ആൻ സള്ളിവൻ എന്ന അധ്യാപിക പകർന്നു നൽകിയ ആത്മവിശ്വാസവും പ്രചോദനവും ഉൾക്കൊണ്ട് നേടിയ ഇച്ഛാശക്തിയിൽ തൻ്റെ പരിമിതികൾ മുഴുവൻ മറികടക്കുവാൻ അവൾക്ക് സാധിച്ചു. അധ്യാപികയുടെ പ്രചോദനത്താൽ സ്വന്തം ജീവിതത്തിലും അനേകായിരം പേരുടെ ജീവിതത്തിലും വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുവാൻ ആ പെൺകുട്ടിക്ക് സാധിച്ചു. ആ പെൺകുട്ടിയുടെ പേര് ഹെലൻ കെല്ലർ എന്നായിരുന്നു. ആൻ സള്ളിവനും ഹെലൻ കെല്ലറും ചേർന്ന് താണ്ടിയ ദൂരങ്ങൾ ഇന്നും വിഷാദത്തിൻ്റെ കയങ്ങളിൽ മുങ്ങിത്താഴുന്ന
പരശതം പേർക്ക് പിടിച്ചു കയറുവാനുള്ള കച്ചിത്തുരുമ്പുകളാണ്. അതേ പ്രിയ അധ്യാപകരെ, നിങ്ങൾ പകർന്നു നൽകുന്ന ആത്മവിശ്വാസവും പ്രചോദനവും നിരവധി പേർക്ക് ജീവൻ നൽകുന്നതാണ്. ഉത്സാഹപൂർണമായ കുതിപ്പും ആവേശവും വിദ്യാലയങ്ങളിൽ നിറയ്ക്കാൻ പ്രിയ അധ്യാപകരെ നിങ്ങൾക്ക് സാധിക്കും. അതിനുവേണ്ടിയുള്ള തീവ്ര പരിശ്രമങ്ങളുടെ തുടക്കമാവട്ടെ ഈ അധ്യാപക ദിനം. എല്ലാ അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ.